നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസം നിങ്ങൾക്കെങ്ങനെ? ഓരോ കൂറുകാരുടെയും ഈ മാസത്തെ വിശദമായ ഫലം നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഗസ്റ്റ് മാസം ചില രാശിക്കാർക്ക് നല്ല ഫലങ്ങളും ചിലർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും ലഭിക്കുന്നു. മേടക്കൂറുകാർ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. മാസത്തുടക്കത്തിൽ മേടൻ രാശിക്കാർ അവരുടെ സംസാരത്തിലും സ്വഭാവത്തിലും വളരെയധികം നിയന്ത്രണം പുലർത്തണം. ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകൾ ജോലി ചെയ്യും. അതായത് നിങ്ങളുടെ വാക്കുകൾ ജോലിയെ നശിപ്പിക്കും എന്നർത്ഥം. പരീക്ഷ സമയത്ത് അതല്ലെങ്കിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം ശുഭകരമായി മാറുന്നതാണ്. ചില കാരണങ്ങളാൽ നിങ്ങളുടെ ആരോഗ്യം മോശമാവുകയാണെങ്കിൽ അത് ഉടൻ തന്നെ മെച്ചപ്പെടുന്നതായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി കലഹിക്കുന്നതിന് പകരം ആളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ പലപ്പോഴും തയ്യാറായി വന്നേക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മാസമധ്യത്തിൽ പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം നടത്താൻ. നിങ്ങൾ പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി വേണം മുൻപോട്ട് പോകേണ്ടത്. ഈ കാലയളവിൽ അപകട സാധ്യതയുള്ള ഏതെങ്കിലും സ്കീമിൽ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ കാലയളവിൽ ആസൂത്രണം ചെയ്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകും. തൊഴിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ആഗ്രഹിച്ച വിജയം നൽകും. പങ്കാളിയുമായി മാത്രമല്ല മറ്റ് ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ മാസാരംഭത്തിൽ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചൊക്കെ പോകുന്നതാണ് നല്ലത്. സീസൺ രോഗങ്ങൾ, അതായത് പനി, ജലദോഷം അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ വരാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അടുത്തത് ഇടവം. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യത്തെ കാൽഭാഗം. മാസാരംഭം ഇടവ രാശിക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരും. നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ കരിയറിനെയും ബിസിനസ്സിനെയും പുരോഗതിയിലേക്ക് മാത്രം വഴിതെളിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാല തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അല്ലെങ്കിൽ ജൂനിയർമാരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കിട്ടുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന മാർഗം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മാർക്കറ്റിംഗ്, ഭൂമി നിർമ്മാണം, കരാർ ജോലികൾ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇടയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. കഠിനാധ്വാനത്തിനു ശേഷം മാത്രമേ അവർക്ക് ആഗ്രഹിച്ച വിജയം മാത്രം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസമധ്യത്തിൽ ബിസിനസ് വിപുലീകരിക്കാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാകും. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പിതാവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രത്യേക പിന്തുണ ലഭിക്കുന്നതാണ്. പിതാവുമായോ ബന്ധുക്കളുമായോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാസ അവസാനം വരെ വളരെ നല്ല കാലമായിരിക്കും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അടുത്തത് മിഥുനം. മിഥുനം രാശി മകയിരം ആദ്യത്തെ കാൽഭാഗം, തിരുവാതിര, പുണർദം അവസാനത്തെ മുക്കാല്. ഇതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളോ തർക്കങ്ങളോ നീങ്ങുന്നതിനാൽ ആശ്വാസം ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള തടസ്സം നീങ്ങും. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകും. മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ജീവിത വിജയം, ലാഭം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തിരക്ക് കൂട്ടാതെ വളരെ സാവധാനം ആലോചിച്ച് ചെയ്യുക. മുതിർന്ന ആളുകളിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള ഉപദേശം സ്വീകരിച്ചാലും തെറ്റില്ല. മാസ മധ്യഭാഗം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കാം. ഈ കാലയളവിൽ നിങ്ങൾ വലിയ ചെലവുകൾ
ഉണ്ടായെന്ന് വരാം. അത് നിങ്ങളുടെ ബഡ്ജറ്റിനെ നശിപ്പിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ആഗ്രഹിച്ച വിജയം നേടാൻ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും നടത്തേണ്ടതുണ്ട്. അവസാന പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും ബന്ധങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രണയബന്ധങ്ങളിൽ ഒരു ചുവടുവയ്പ് നടത്താവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. എന്നാൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് മനസ്സ് ആശാകുലിതരായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമയോചിതമായ സഹായമോ പിന്തുണയോ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം തോന്നാനുള്ള സാധ്യത കാണുന്നു. നല്ല ആരോഗ്യം നിലനിർത്താൻ നിങ്ങളുടെ ദിനചര്യയിലുള്ള ഭക്ഷണശീലങ്ങളും പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ്. കർക്കിടകം രാശി പുണർതം ആദ്യത്തെ കാൽഭാഗം പൂയം ആയില്യം. കർക്കിടക രാശിക്കാർക്ക് മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച വളരെ നല്ലതായിരിക്കും. മാസത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നന്നായി അവതരിപ്പിക്കാൻ കഴിയും. അതുവഴി നിങ്ങളുടെ കരിയർ, ബിസിനസ് മുതലായവയിൽ വിജയം ലഭിക്കും. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ വിജയിക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയം ശുഭകരമായിരിക്കും. ഈ കാലയളവിൽ നടത്തുന്ന യാത്രകൾ കരിയറിലും ബിസിനസ്സിലും വളരെ വിജയകരമായിരിക്കും. മാസമധ്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചില വലിയ ചിലവുകൾ നേരിടേണ്ടി വന്നേക്കാം. ഭൂമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിങ്ങൾക്ക് കോടതികൾ ചുറ്റിക്കറങ്ങേണ്ട വരുന്നതായി സാധ്യത കാണുന്നു. ഈ കാലയളവിൽ കൂടുതൽ ചെലവ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ കാരണത്താൽ പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ജോലി മറ്റാരുടെ കയ്യിൽ ഏൽപ്പിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് ആരുമായും വഴക്കിടുക എന്നിവ ചെയ്യേണ്ടത് വന്നേക്കാം. പക്ഷേ നിങ്ങളത് കഴിവതും ചെയ്യാതിരിക്കുക. ഈ സമയത്ത് ചില കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിങ്ങം, മകരം, പൂരം, ഉത്രം കാൽഭാഗം. ഇതാണ് ചിങ്ങം. ചിങ്ങൻ രാശിക്കാർക്ക് വളരെ ശുഭകരമാണെന്നും ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുമെന്നും പറയാൻ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നിരവധി വലിയ നേട്ടങ്ങൾ കൈവരിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിന് കാരണമാകും. തൊഴിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വളരെ ശുഭകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കും. അധികാരം, സർക്കാർ എന്നിവയുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ സ്ഥാനമോ ഉത്തരവാദിത്തമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസമധ്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വലിയ തീരുമാനം കുടുംബാംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ എടുക്കാനുള്ള സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം കൃത്യസമയത്ത് നേടുന്നതിനാൽ വിജയം നേടും. കോടതിയിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി വന്നേക്കാം. അല്ലെങ്കിൽ എതിർകക്ഷി തന്നെ ഒത്തുതീർപ്പിന് തുടക്കമിടാൻ സാധ്യത കാണുന്നു. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ തുടക്കപ്പെട്ട തീരുമാനങ്ങൾ എന്നിവ എടുത്തുചാടി എടുക്കുന്നത് ഒഴിവാക്കുക. അപകട സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസം വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി കന്നി, ഉത്രം മുക്കാൽ, അത്തം ചിത്തിര അവസാനത്തെ കാൽഭാഗം. ഇതാണ് കന്നി രാശി. ഓഗസ്റ്റ് മാസം കന്നി രാശിക്കാർക്ക് സമ്മിശ്ര മാസ ഫലങ്ങളായിരിക്കും. ജോലികൾ പൂർത്തീകരിക്കാൻ അധിക കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമായി വരും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അസുഖങ്ങൾ മൂലം നിങ്ങൾക്ക് ശാരീരികവും മാനസികവും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ ദിനചര്യകളും ഭക്ഷണശീലങ്ങളും ശരിയായി സൂക്ഷിക്കേണ്ടതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. ഭൂമിയോ കെട്ടിടമോ വാങ്ങണമെന്ന് ഏറെ നാളായി ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ മാസം പകുതിയോടുകൂടി നിങ്ങൾക്ക് ആഗ്രഹം സഫലമാകും. പ്രണയബന്ധങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങളുടെ പങ്കാളിയുമായി പരസ്പര ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുകയും ചെയ്യും. തുലാം രാശി, ചിത്തിര ആദ്യത്തെ കാല്, ചോതി, വിശാഖം അവസാനത്തെ മുക്കാൽ നാഴികയും ചേർന്നതാണ് തുലാം രാശി.
തുലാം രാശിക്കാർക്ക് മാസ ആദ്യം തന്നെ ഭാഗ്യ ഗുണ സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിങ്ങൾ വിജയം കൈവരിക്കും. ജോലിസ്ഥലത്തെ മുതിർന്നവർ നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കും. എന്നിരുന്നാലും ജോലിയുടെ കാര്യത്തിൽ മാസ മധ്യമത്തിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നേക്കാം. ഇത് മറികടക്കാൻ സുഹൃത്തുക്കൾ വളരെ സഹായകരമാകുന്നതാണ്. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവയെക്കുറിച്ച് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ആഗ്രഹം സഫലമായേക്കാം. മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ജോലിയിൽ മന്ദഗതിയിലുള്ള പുരോഗതിയും ലാഭവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നിരുന്നാലും ഈ കാലയളവിൽ ബിസിനസ് ആളുകൾ അപകട സാധ്യതയുള്ള സ്കീമുകളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ് നടത്തുന്നവർ പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. മാസത്തിൻ്റെ അവസാന പകുതിയിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ സമയത്ത് സംഭാഷണം അതൊക്കെ മിതമായ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. അത് നിങ്ങളുടെ ജോലി തിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം. നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അതൊക്കെ നിങ്ങൾ നോക്കിക്കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശാരീരികവും മാനസികവുമായ ക്ഷീണം നിലനിൽക്കാനുള്ള സാധ്യത ഈ ഒരു ജോലിയുടെ കഠിന ആകുന്നതോടുകൂടി നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളിയുമുള്ള നിങ്ങളുടെ ബന്ധം മികച്ചതായിരിക്കും. അടുത്തത് വൃശ്ചികം രാശി. വിശാഖം, ആദ്യത്തെ അനിഴം, തൃക്കേട്ട എന്നിവ ചേർന്നാണ് വൃശ്ചികം രാശി. ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭം വൃശ്ചിക രാശിക്കാർക്ക് തന്നെ ഉള്ളതാണ്. ശുഭകരമായ ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ജോലി കൃത്യസമയത്ത് പൂർത്തീകരിക്കാനാവും. അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ടാകും. വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകാരുടെ പണം അപ്രതീക്ഷിതമായി പുറത്തു വരും. ഏത് പദ്ധതിയിലും മുൻകൂർ നിക്ഷേപം നടത്തിയാൽ വലിയ ലാഭം കൈവരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും. നിങ്ങൾ വളരെ കാലമായി ജോലി അന്വേഷിക്കുകയാണെങ്കിൽ മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആഗ്രഹിച്ച കാര്യം നേടാനുള്ള സാധ്യത കാണുന്നു. മാസമധ്യമത്തിൽ നിങ്ങളുടെ വീട്ടിൽ മതപരമായ അല്ലെങ്കിൽ മംഗളകരമായ ഒരു ജോലികൾ പൂർത്തിയാകും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കും. ഇത് വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. സംസാരിക്കുമ്പോൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജോലിസ്ഥലം മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം ചെയ്യുക. മാസത്തിൻ്റെ അവസാന പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പുരോഗതിക്കും തടസ്സമായി മാറിയേക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് തടസ്സങ്ങളും ഒക്കെ വന്നിട്ട് ആരോഗ്യം കുറച്ച് ശ്രദ്ധിച്ച് വേണം ജോലിയിൽ കാര്യമായി വർക്ക് ചെയ്യാനായിട്ട്. അതാണ് ഇതിനകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ഈ കാലയളവിൽ നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങൾ കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം. ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതിനൊരു എതിരാളി അല്ലെങ്കിൽ മുതിർന്ന ഓഫീസർ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അത് നിങ്ങൾ സാധ്യമായ രീതിയിൽ നിങ്ങൾ നേരിടുക. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് വരുന്നത് ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ആഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിൻ്റെ ആരംഭം നിങ്ങൾക്ക് ഐശ്വര്യവും വിജയവും നൽകും. ഈ സമയത്ത് വീട്ടിലും പുറത്തുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായിരിക്കും. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ നിങ്ങൾക്കൊരു വലിയ പദ്ധതിയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. ഈ കാലയളവിൽ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വ്യത്യസ്തമായ പോസിറ്റീവ് എനർജി നിങ്ങൾ തന്നെ കാണും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മാസത്തിലെ 2-ാം ആഴ്ചയിൽ യാത്ര ചെയ്യേണ്ടി വരും. യാത്ര അല്പം ബോറടിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മടുപ്പിക്കുന്ന യാത്രയാണെങ്കിൽ കൂടിയും ഇത് ഗുണം ചെയ്യുന്ന യാത്രയായി മാറും. ഈ സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ധനുരാശിക്കാർ ഓഗസ്റ്റ് മാസത്തിൽ തങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരും. ചില വിഷയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ സമയത്ത് തെറ്റായ ഉപദേശം നൽകുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുകയും നിങ്ങളുടെ അഹംഭാവം ഉപേക്ഷിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം തിരികെ കൊണ്ടുവരാൻ സ്വയം മുൻകൈ എടുക്കുകയും വേണം. മാസാവസാനം കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ സന്തോഷത്തിനും ബഹുമാനത്തിനും വലിയ കാരണമായി തീരും. അടുത്തത് മകരം രാശി. മകരം രാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിലെ ആരംഭം അല്പം ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം.
പക്ഷേ അവസാനം ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും. തൊഴിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ നിങ്ങൾക്ക് ഒരു മുഷിപ്പായി മാറുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടുപ്പ് ഉളവാക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിലും ഫലം കുറയും. വീട്ടുമായി ബന്ധപ്പെട്ട പെട്ടെന്നുള്ള ചിലവുകൾ കാരണം നിങ്ങളുടെ ബഡ്ജറ്റ് തെറ്റിയേക്കാം. മാസത്തിൽ നിങ്ങളുടെ ബിസിനസ് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ നിങ്ങൾ ഉപദേശം സ്വീകരിക്കാൻ മറക്കരുത്. മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള കൂടുതൽ ഫലങ്ങൾ ലഭിക്കും. അതിന് നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും അതിന് ഫലം ലഭിക്കുന്നതാണ്. മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ കുടുംബാംഗങ്ങളുമായി ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥനാക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ സമയത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. അത്തരമൊരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സ്ഥലവും കെട്ടിടങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തിടുക്കമോ ആശയക്കുഴപ്പത്തിലോ തീരുമാനങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ എളുപ്പത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതോ ഒഴിവാക്കുക. നിങ്ങൾ വിദേശത്ത് ഒരു കരിയറിന് വേണ്ടി ബിസിനസ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാം പകുതിയിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. അടുത്തത് കുംഭൻ രാശി. കുംഭൻ രാശി അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ചതയം, പുരുട്ടാതിയിൽ അവസാനത്തെ മുക്കാൽ എന്നിവ ഉൾപ്പെടുന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പുരുഷമായ വാക്കുകളോ പെരുമാറ്റമോ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും വേണ്ടിവരും. മാസത്തിലെ 2ാമത്തെ ആഴ്ച അധിക ജോലിഭാരം നേരിടേണ്ടി വന്നേക്കാം. ഈ മാസം നിങ്ങൾ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ലോട്ടറി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മാസക്കാലം ലോട്ടറി എടുക്കുന്നത് കഴിവതും കുറയ്ക്കുക. പ്രണയബന്ധത്തിനോ സ്നേഹത്തിനോ നിങ്ങൾ ഒരു ആത്മാർത്ഥമായി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് മീനൻ രാശി. പൂരുട്ടാതിയുടെ ആദ്യത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേർന്നതാണ് മീനൻ രാശി. ഓഗസ്റ്റ് മാസം മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. ഈ മാസം നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. ദീർഘകാലമായി തൊഴിലും ബിസിനസ്സും അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച അവസരം ലഭിക്കും. ചില്ലറ വ്യാപാരികൾക്ക് ഈ സമയം കൂടുതൽ അനുകൂലമായിരിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കും. ഓഗസ്റ്റ് മധ്യത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സഹായത്തോടെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഭൂമിയും കെട്ടിടവും വാങ്ങാനും വിൽക്കാനുമുള്ള ആഗ്രഹം സഫലമാകും. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെടും. മാസത്തിൻ്റെ പകുതിക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അലങ്കാരത്തിനോ ഉള്ള കൂടുതൽ പണം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരവും മതപരവുമായ ചില സംഭവങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ആളുമായി വലിയ പ്രശ്നത്തിലൊന്നും പോകാതെ ഇരിക്കുക. രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. പനി, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് അങ്ങനെയുള്ള രോഗത്തിനാണ് സാധ്യതയുള്ളത്, സൂക്ഷിക്കുക. നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. 2024 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ രാശിഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള ഓരോ നാളുകളുടെയും രാശിഫലവും പ്രത്യേക വിശേഷ ദിവസങ്ങളും എല്ലാ കാര്യങ്ങളും ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിയാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.